നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു ആരോഗ്യമന്ത്രി. ആശുപത്രിയിൽ മരുന്നുണ്ടെന്നു. ഞങ്ങൾ പറഞ്ഞു ആശുപത്രിയിൽ മരുന്നില്ല. ആദ്യം പോയി മന്ത്രിമാരെല്ലാ താലൂക്കിലും പോയി അദാലത്ത് നടത്തി ലക്ഷക്കണക്കിന് അപേക്ഷകൾ സ്വീകരിച്ചു. അതെല്ലാം ചാക്കി കെട്ടി സെക്രട്ടറിയിൽ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം തുറന്നു നോക്കിയിട്ടില്ല. ടി.പി. ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട ഇനിയും പുറത്തു വരാത്ത ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുവേണ്ടി ചന്ദ്രശേഖരൻ്റെ വിധവ കൂടിയായ വടകര എം.എൽ.എ ശ്രീമതി കെ രമ ഏത് നിയമ നടപടികൾക്ക് പോയാലും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പൂർണ്ണമായ പിന്തുണ അവർക്കുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞു രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് പോവുകയാണ്. ഈ രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചാൽ പൊതുവിപണിയിൽ സ്വാഭാവികവും കൃത്രിമവുമായ വിലക്കയറ്റം ഉണ്ടാവും. അപകടകരമായ രീതിയിലേക്ക് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കയറാനുള്ള സാധ്യതയുടെ വാതിലാണ് സർക്കാർ തുറന്നു കൊടുത്തിട്ടുള്ളത്. ജനങ്ങളെ പീഡിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിനും ഈ വർഷത്തെ ബജറ്റിനും ഇടയിൽ 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, ഇന്ധന നികുതി കൂട്ടി, എല്ലാ സർവീസുകളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു. രൂക്ഷമായ വിലക്കയറ്റം. അതിൻ്റെ മീതെ കൂനിന്മേൽ കുരുവെന്നതുപോലെ മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില കൂടി വർദ്ധിപ്പിച്ച് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പോൾ ഇടുക്കിയിൽ തന്നെ ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്, കേരള ബാങ്കിൻ്റെ ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. ജപ്തി നോട്ടീസുകൾ സർഫാസി ആക്ട് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ സംസ്ഥാനത്തുടനീളം, പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള സമ്പദ്ഘടന തകർന്ന ജില്ലകളിൽ രൂക്ഷമായ ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ്. ആളുകളുടെ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുന്ന ഒരു ഭീതിതമായ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. സംസ്ഥാന സർക്കാർ ഈ വന്യജീവി പ്രശ്നത്തോട് എന്ന പോലെ തന്നെ കാർഷിക പ്രശ്നങ്ങളോട് എന്ന പോലെ തന്നെ ഈ ഗുരുതരമായ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിലും നിസ്സംഗതയാണ്. ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു ആരോഗ്യമന്ത്രി. ആശുപത്രിയിൽ മരുന്നുണ്ടെന്നു. ഞങ്ങൾ പറഞ്ഞു ആശുപത്രിയിൽ മരുന്നില്ല. കാരണം കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് വാങ്ങിച്ചതിൻ്റെ കാശ് കമ്പനികൾക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല. അതിനെ നിഷേധിച്ചു. ഇന്നലെ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ KGMO ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു, മരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ചോദിച്ചാൽ പറയണ്ട. സ്വന്തം വകുപ്പിലെ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് ഡോക്ടർമാർ മരുന്നില്ല എന്നുള്ള പരാതി കത്ത് ആരോഗ്യമന്ത്രി കൊടുത്തിട്ട് അതിന് മറുപടി കൊടുക്കണ്ടേ? അതിന് മറുപടി പ്രതിപക്ഷത്തിന് മറുപടി പറയില്ല. മരുന്നില്ല എന്നുള്ള മരുന്ന് മുഴുവൻ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ്. വില കൂടിയ മരുന്ന് മുഴുവൻ. ആശുപത്രിയിൽ മരുന്നില്ല. കാരുണ്യയുടെ കാർഡ് സ്വീകരിക്കുന്നില്ല. സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ തീരുമാനമെടുത്തു. കാസ്പ് കാർഡ് തീരുമാനിക്കേണ്ടതാണ്. 250 കോടി രൂപ വരെ കിട്ടാനുള്ള ആശുപത്രിയുണ്ട്. ചെറുകിട ആശുപത്രികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട്. 1500 കോടിയോളം രൂപ കാരുണ്യ പദ്ധതിയുടെ കാസ്പിൻ്റെ വിവിധ ആശുപത്രികൾക്ക് സർക്കാർ കൊടുക്കാനുണ്ട്. അപ്പോൾ സാധാരണക്കാരന് കാരുണ്യ പദ്ധതിയുടെ അംഗീകാരം കിട്ടുന്നില്ല, അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നില്ല, മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നു. ഇതെങ്ങനെ മനുഷ്യർ ജീവിക്കും? കേരളത്തിൽ എങ്ങനെ ജീവിക്കും? അതാണ് ഗുരുതരമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല മറുപടിയാണ്. അതായത് സപ്ലൈകോയിലെ ഔട്ട്ലെറ്റുകളായ മാവേലി സ്റ്റോറിൽ ഒരു സാധനങ്ങളും ഇല്ല എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തിൻ്റെ പുറത്ത് വകുപ്പെടുത്ത നടപടിയാണ്. എന്താ നടപടി എന്നറിയാം? സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനുള്ള നടപടിയല്ല. മാധ്യമ പ്രവർത്തകർ കയറി ഈ ഒഴിഞ്ഞ കേസുകൾ, സ്റ്റാൻഡുകൾ ഇനി എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുക്കരുതെന്നാണ് നടപടി. അല്ലാതെ മാവേലി സ്റ്റോറിൽ സാധനം ഇല്ല എന്ന് പറയുമ്പോൾ സാധനം കൊണ്ടുവരാനുള്ള നടപടിയല്ല. സാധനം 13 നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടിയല്ല സ്വീകരിച്ചത്. ഒഴിഞ്ഞ ഈ കേസുകൾ കാണരുത്, ഇനി ഫോട്ടോ എടുക്കരുത്, ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകരെ അതിൻ്റെ അകത്തേക്ക് കയറ്റരുത് എന്നാണ്. ഈ മാവേലി സ്റ്റോറിൽ സാധനം മേടിക്കാന്ന് വെച്ചാൽ വേറെ പൊതു മാർക്കറ്റിൽ കിട്ടുന്ന സാധനം കിട്ടുള്ളൂ. അത് മേടിക്കാൻ പോയ ഒരാൾ മൊബൈൽ ഫോൺ വഴി പോലും മാവേലി സ്റ്റോറിൽ ഒഴിഞ്ഞ അലമാരയുടെ പണം എടുക്കാൻ പറ്റില്ല. എന്തെല്ലാം തലതിരിഞ്ഞ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്.
കഴിഞ്ഞ 4 മാസമായി ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല. വിതരണക്കാർ സപ്ലൈക്ക് തന്നെ. കാരണം അവർക്ക് 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്, കോടികൾ കൊടുക്കാനുണ്ട്, 1500 കോടിയോളം അവർക്ക് കൊടുക്കാനുണ്ട്. ഇതാണ് സ്ഥിതി, സ്റ്റേറ്റിലെ സ്ഥിതി. എന്നിട്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി മുഖാമുഖം കാണുകയാണ്. നിങ്ങൾ ഇന്ന് ഞങ്ങൾ കാണിച്ച മുഖാമുഖം കണ്ടല്ലോ. ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും വന്ന് കാര്യങ്ങൾ പറയാം, ഞങ്ങളെ വിമർശിക്കാം, സങ്കടങ്ങൾ പറയാം, വിഷമങ്ങൾ പറയാം. ഒരു സീലിംഗും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രി നടത്തിയ പരിപാടി, വിദ്യാർത്ഥികളിലെ യുവജനങ്ങളിലെ പരിപാടി, മുൻകൂട്ടി നിശ്ചയിച്ച ആളുകൾക്ക് മാത്രം മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള അവകാശം. സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ചോദ്യം പോലും അനുവദിക്കില്ല എന്ന് ഉറപ്പുവരുത്തി സ്റ്റേജ് മാനേജറായിട്ട് നടത്തിയ പരിപാടി. എന്തിനാ ഇങ്ങനെ നടത്തുന്നത്? ആളുകളെ കബളിപ്പിക്കുന്നത്. ആളുകളെ കബളിപ്പിക്കല്ലേ? ആദ്യം പോയി മന്ത്രിമാരെല്ലാ താലൂക്കിലും പോയി അദാലത്ത് നടത്തി ലക്ഷക്കണക്കിന് അപേക്ഷകൾ സ്വീകരിച്ചു. അതെല്ലാം ചാക്കി കെട്ടി സെക്രട്ടറിയേറ്റിൽ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം തുറന്നു നോക്കിയിട്ടില്ല. അതിനുശേഷം നവകേരള സദസ്സിൽ അപേക്ഷകൾ മേടിച്ചു, അതിന് മറുപടി കിട്ടി. അതായത് പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക, ഓഫീസിൽ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞുള്ള മറുപടി കിട്ടി. ഇപ്പം മൂന്നാമത് വീണ്ടും മുഖാമുഖം ആയിട്ട് ഇറങ്ങിയിരിക്കുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മതിയാകാഞ്ഞിട്ടാണ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. ഇത് വെറും ആർഭാട നാടകമാണ്, അശ്ലീല നാടകമാണ് സർക്കാർ കാണിക്കുന്നത്.